തുടരും സിനിമയ്ക്ക് ഇന്ന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണല്ലോ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത്. ഈ ഒരു നിമിഷം ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ 32.14K ടിക്കറ്റുകളാണ് ഒരു മണിക്കൂറിൽ വിറ്റുപോകുന്നത്. മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടറിന് വേണ്ട രീതിയിൽ തരുൺമൂർത്തി എന്ന ഫാൻ ബോയ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വന്നത്. മോഹൻലാൽ എന്ന സ്റ്റാറിനേക്കാളും മോഹൻലാൽ എന്ന ആക്ടറിനെ ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അവരുടെ വരവോടുകൂടി ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു റീച്ചും കൂടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ വലിയ പ്രൊമോഷനുകളൊന്നും ഇല്ലാതെ മൗത്ത് പബ്ലിസിറ്റിയിൽ തന്നെ വലിയൊരു കളക്ഷൻ തന്നെ ആദ്യ ദിനം നേടുമെന്ന കാര്യത്തിന് സംശയമില്ല. ലാലേട്ടനെ പോലെ തന്നെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു പ്രശാന്ത് വർമ്മ എന്ന ആക്ടറും ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററും ഇപ്പോൾ സിനിമയുടെ ഭാഗത്തുനിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. വോഡഫോണിൻ്റെ പല ആഡുകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. തുടരുമെന്ന സിനിമ പ്രശാന്ത് വർമ്മ അഭിനയിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ്. എന്തായാലും ആദ്യ ചിത്രത്തിൽ തന്നെ ഗംഭീര റോള് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നല്ല പാട്ടുകൾ കൊണ്ടും ഗംഭീര സ്കോറിംഗ് കൊണ്ടും ജേക്സ് വിജയും സിനിമയിൽ കയ്യടി നേടുന്നുണ്ട്. സിനിമയിലെ പേമാരി സോങ്ങൊക്കെ ഗംഭീര ഇമ്പാക്റ്റ് തന്നെയാണ് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നത്. തുടരും സിനിമയുടെ പ്രൊമോ സോങ് ഉടനെ വരും. സിനിമയുടെ പ്രൊമോ സോങ്ങിൻ്റെ ചില ലൊക്കേഷൻ സ്റ്റില്ലുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു പ്രൊമോ സോങ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ തുടരും സിനിമയ്ക്ക് ആദ്യ ദിനം 5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പായിട്ടുണ്ട്. അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 12 കോടിക്ക് മുകളിലും കളക്ഷൻ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ കൃത്യമായ കളക്ഷൻ ഫിഗേഴ്സൊക്കെ നാളെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. തുടരും സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.